ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഡെത്ത് ഇസ്രായേൽ, ഡെത്ത് അമേരിക്ക. ഇറാൻ കുഴിച്ച കുഴിയിൽ ഇറാൻ തന്നെ വീണു. സങ്കീർത്തനങ്ങൾ 7-ാം അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങളിൽ അവൻ ഒരു കുഴി കുഴിച്ചുണ്ടാക്കി, കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു. അവൻ്റെ വേണ്ടാത്തനം അവൻ്റെ തലയിലേക്ക് തിരിയും, അവൻ്റെ ബലാത്കാരം അവൻ്റെ നെറുകയിൽ തന്നെ വീഴും. കൂഷിൻ്റെ മകൻ ശൗൽ എന്ന എതിരാളി സങ്കീർത്തനക്കാരനായ ദാവീദിനെ ഭീഷണിപ്പെടുത്തി. അല്പബുദ്ധിഭ്രമം ബാധിച്ചവൻ അലഞ്ഞു നടന്ന് ആർത്തട്ടഹസിച്ച് നശിപ്പിക്കും നശിപ്പിക്കും, കൊല്ലും കൊല്ലും എന്ന് കഴിഞ്ഞ 47 വർഷം കൊണ്ട് ഇറാനും ലെബനോനും യമൻ ഹൂത്തികളും മറ്റ് ഇസ്ലാമിസ്റ്റ് മതഭീകര രാജ്യങ്ങളും എല്ലാ വെള്ളിയാഴ്ചകളിലും പ്രാർത്ഥനയ്ക്ക് ഇടയ്ക്ക് പറയുന്ന വാക്കാണ് ഡെത്ത് ഇസ്രായേൽ, ഡെത്ത് അമേരിക്ക. 2026 ഫെബ്രുവരി മാസം 28-ാം തീയതി ശനിയാഴ്ച ഈ വിളി നിലച്ചു. 27-ാം തീയതി അവസാനമായി ആയത്തുള്ള ഖൊമേനിയുടെ അവസാന വിളിയെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. നിന്റെ നാവ് കൊണ്ട് നീ 47 വർഷം വരെ വിളിച്ചത് ഡെത്ത് ഇസ്രായേൽ, ഡെത്ത് അമേരിക്ക. മലർന്ന് കിടന്ന് തുപ്പിയപ്പോൾ തുപ്പിയവൻ്റെ മുഖത്ത് തന്നെ കൊണ്ടു. നീ കുഴിച്ചുണ്ടാക്കിക്കൊണ്ടിരുന്ന കുഴിയിൽ നീ തന്നെ വീണു. ഇസ്രായേലും അമേരിക്കയും ഇറാന് എതിരെ ഇതിനെക്കുറിച്ച് ഒരു വാക്കുപോലും എതിർത്ത് പറഞ്ഞിട്ടില്ല. കുഴി തോണ്ടികൾ ഹമാസ്, ഗാസയിൽ, ലെബനോനിൽ ഇറാനികൾ, യമനി ഹൂത്തികൾ മത്സരിച്ചു. ടണൽ നിർമ്മാണം എല്ലാം തകർത്തു കളഞ്ഞു. ഇറാൻ്റെ പ്രോക്സികൾ, ഇസ്രായേലിന് ചുറ്റുമുള്ളവർ ഇസ്രായേലിനെ ഒരു കാരണവും കൂടാതെ നിരന്തരം ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ്. ബെഞ്ചമിൻ നെതന്യാഹു സമാധാനം പുലർത്തിയതുകൊണ്ടാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഹല്ലേലൂയ യുദ്ധങ്ങളൊന്നും നടക്കാതിരുന്നത്. അമേരിക്കയിൽ ട്രംപ് ഭരിക്കരുതെന്ന വാശിയിലായിരുന്നു ഇറാൻ. ഈ ഭീകരമത ഇസ്ലാമിസ്റ്റ് രാജ്യങ്ങൾ ഇസ്രായേലിനെയും അമേരിക്കയെയും തിരിച്ച് ഭീകരരാജ്യങ്ങളായി പ്രചരിപ്പിക്കുവാൻ തുടങ്ങി. ഈ പ്രചാരണം ഭീകരരുടെ ബലാത്കാരം അവരുടെ തലയിലും നെറുകയിലും തന്നെ വീണു. സദൃശ്യവാക്യങ്ങൾ 26-ാം അധ്യായം അതിൻ്റെ 26-27 വാക്യങ്ങളിൽ അവൻ്റെ പക കപടം കൊണ്ട് മറച്ചു വച്ചാലും അവൻ്റെ ദുഷ്ടത സഭയുടെ മുമ്പിൽ വെളിപ്പെട്ടു വരും. കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും, കല്ല് ഉരുട്ടുന്നവൻ്റെ മേൽ അത് തിരിഞ്ഞു ഉരുളും. അതായത് ആയത്തുള്ള ഖൊമേനിക്ക് 86 വയസ്സായിരുന്നു. മുല്ലക്കര ദേവസ്യ എന്ന കള്ളപ്രവാചകന് 82 വയസ്സ് ജീവിച്ചിരിപ്പുണ്ട്. ഇയാൾ ഒരു അഭിഭാഷകനെ വഞ്ചിച്ച് പണം തട്ടാൻ ശ്രമിച്ചു. അത് പൂർണ്ണമായും വിജയിച്ചില്ല. അയാളുടെ പ്രോക്സി തിരുവനന്തപുരം സഭ ഇടയനാണ് കൂട്ടുനിന്നത്. അഭിഭാഷകൻ പറഞ്ഞതനുസരിച്ച് തന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ വീഡിയോ തയ്യാറാക്കി യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തു. അത് യൂട്യൂബിൽ നിന്നും നീക്കം ചെയ്യണമെന്ന് കള്ളപ്രവാചകൻ്റെ ഗുണ്ടായിസം എനിക്കെതിരെ തിരിഞ്ഞു. ഞാൻ അത് ഇതുവരെയും നീക്കം ചെയ്തിട്ടില്ല. അഭിഭാഷകനെ കള്ളപ്രവാചകൻ
പിശാചിനെയും ദുരാത്മാവിനെയും വെളിച്ചപ്പാടിനെയൊക്കെ അയച്ച് തട്ടിക്കളഞ്ഞു. 6 വർഷം മുതൽ ഈ നിമിഷം വരെ ഈ കള്ളപ്രവാചകൻ എനിക്കെതിരെ സാത്താൻ സേവകളെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് അറിയാം ആരെ കൊല്ലണമെന്ന്. നിന്റെ സാത്താന് ഒന്നും കഴിയത്തില്ല. ദൈവം എനിക്ക് അനുകൂലം. പക കപടം കൊണ്ട് മറച്ചു വച്ചാലും ദുഷ്ടത ദൈവം വെളിപ്പെടുത്തും. കുഴി കുഴിക്കുന്നവൻ ആ കുഴിയിൽ വീഴുക മാത്രമല്ല, കല്ല് ഉരുട്ടുന്നവൻ്റെ മേൽ ആ കല്ലു തന്നെ തിരിഞ്ഞു ഉരുണ്ട് അവൻ്റെ മേൽ വീഴും. ഇസ്രായേലിനെയും അമേരിക്കയെയും നശിപ്പിച്ച് ഈ ലോകത്ത് മുഴുവനും വലിയ ഒരു രാജ്യമെന്ന് പറയിപ്പിക്കുവാൻ, ഭയപ്പെടുത്തുവാൻ ഇറാൻ്റെ ലക്ഷ്യം ഈ യുദ്ധത്തിലൂടെ എല്ലാം തകർന്നുപോയി. തുടക്കത്തിൽ ഹമാസിൻ്റെ ഗാസ ഡെത്ത്, ഇറാൻ്റെ ഡെത്ത്, ലെബനോൻ്റെ ഡെത്ത്, യമൻ ഹൂത്തികളുടെ ഡെത്ത് എന്ന് സുന്നി അറബി രാജ്യങ്ങളായ UAE, സൗദി, കുവൈറ്റ്, ഖത്തർ മുതലായ രാജ്യങ്ങൾ ഇപ്പോൾ അവർക്ക് എതിരെ പ്രാർത്ഥിച്ചു തുടങ്ങി. ഇറാൻ 47 വർഷം കൊണ്ട് കുഴിച്ച കുഴിയിൽ ഇറാനും ഇറാൻ്റെ പ്രോക്സി രാജ്യങ്ങളും വീണുകഴിഞ്ഞു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ.